നീ മുറുക്കെ പിടിച്ച കൈ വീഴും. കുടുങ്ങണേ? അതിനകത്ത് നമ്മൾ തേങ്ങാ കഷ്ണോ എന്തെങ്കിലും ഇവിടെ വെക്കണം. അപ്പൊ എന്നിട്ട് വിടട്ടെ? അയ്യോ വിടല്ലേ. എന്നിട്ട് ഈ സാധനം അതെ ഓടി അവിടുന്ന്. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കും. എത്ര ദിവസമായി എലിപ്പത്തായ എലിക്കണി അതിന്റെ ഉള്ളിൽ കൈ ആവണം. ക്ലീറ്റോനോട് എത്ര ദിവസമായി പറയണ ഒരു എലിവേഷം മേടിച്ചോണ്ട് വരാൻ? അത് പറ്റൂലല്ലോ. എലിവേഷം മേടിച്ചോണ്ട് വന്നാ എന്ത് സംഭവിക്കുന്നാണ് വിചാരിക്കണേ? എലി ചാവൂലേ എലിവേഷം മേടിച്ചോണ്ട് വന്നാ? എലിയൊക്കെ അതും തിന്നിട്ട് ഇവിടെ തുള്ളിച്ചാടി നടക്കും. എല്ലാം അറിയാം. എടീ ഇതിലൊന്നും എലി കേറില്ല. നിങ്ങൾക്ക് എങ്ങനെ അറിയാം എലി കയറൂലെന്ന്? ഇതൊക്കെ പഴയ സമ്പ്രദായമാണ്. ഇത് വെറുതെ ആളുകളെ പറ്റിക്കാനാണ് ഇപ്പൊ ഇതൊക്കെ വീണ്ടും ഇങ്ങനെ കൊണ്ടു നടക്കണേ. എന്നാ പിന്നെ എലിനെ പിടിക്കാനുള്ള വഴി പറഞ്ഞോ നിങ്ങള്? ആ തട്ടുംപുറത്ത് എന്തുമാത്രം എലിയാന്നറിയാമോ? എന്തൊരു ഒച്ചപ്പാടാ അതിന്റെ മുകളില്. അവളുടെ ബുക്ക് ഒരെണ്ണം കരണ്ടു. എന്റെ ബുക്ക് വരുന്നുണ്ട്. ഓ അത് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. ഇനിയിപ്പോ അത് പഠിക്കണ്ടല്ലോ. ആ ബുക്ക് പേജ് തന്നെ. എല്ലായിടത്തും എലിപ്പനിയാന്ന് പറയുന്നുണ്ട് പരിസരത്തൊക്കെ. എലിപ്പനിയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ലല്ലോ. എലിയെ പിടിക്കാൻ ഞാനൊരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചു വെച്ചിട്ടുണ്ട്. ഈ ആണ്ടിൽ നടക്കുന്നതാണോ? ഞാൻ നടത്തി കാണിച്ചു തരാം. ഒരു ബോംബ് കൊണ്ടുവാ. എന്റെ തന്റെ അവിയലാര് ബോംബ് വല്ലതും വെച്ചിട്ടുണ്ടോ അവിടെ പഴയതിൽ ബാക്കി? പക്ഷെ ഞാൻ കൊണ്ടുവരുന്നത് ഒരു ബോംബ് തന്നെയാണ്. നീ നോക്കിയോ? അതെ, ഇതൊന്നും ആ തട്ടുമ്പുറത്തോട്ട് വെച്ചതാ. ഇപ്പൊ എനിക്ക് സമയമില്ല. ഇത് വെച്ചിട്ട് കാര്യമില്ല. ഇതിൽ എലി കയറില്ല, പുലിയും കയറില്ല. ഞാനൊരു പദ്ധതി കൊണ്ടുവരും. അതിൽ നോക്കുക, സകല എലിയെ ഞാൻ പിടിച്ച് കാണിച്ചു തരാം. കൈ ഇറങ്ങും പെണ്ണെ. വാ നമുക്ക് തന്നെ കയറി കേൾക്കാം. എന്നും അതെ, ഊരി അങ്ങ് നിലത്ത് അങ്ങ് ഇട്ടിട്ടങ്ങ് പോകും. അങ്ങനെ മടക്കി അവിടെ അഴയിൽ കൊണ്ടുവന്നിട്ട് കണ്ടോ അഴയിലിരുന്നെങ്ങനെയാടി? ഇതാണ് നമ്മളെ വീട്. ബഹളം വെക്കണ്ട. നമ്മളെ വീടെത്തി ബഹളം വെക്കല്ലേ. ഇതാണ് നമ്മളെ വീട്. ഇനി കടാ, ഇനി ആ ഉടുപ്പിലൊക്കെ രോമാകും. അവിടെ വെച്ചതിനെ ഇതിന് കൊണ്ടുവന്നത് ഇതിനെ. അയ്യോ എടി, പിന്നെ ഇവിടെ എലിശല്യത്തിന് ഒരു പരിഹാരം കാണണമല്ലോ. എലിശല്യത്തിന് പരിഹാരത്തിനല്ലേ ഞാൻ എലിപ്പെട്ടി വെച്ചേക്കുന്നത്. പിന്നെ എലിപ്പെട്ടി വെച്ചിട്ട് ഭയങ്കര സംഭവമായിരുന്നു. അതിൽ നിന്ന് സാധനം എല്ലാം എടുത്ത് നിന്നിട്ട് എലി പോയില്ല എന്റെ ജോലി. എന്റെ ക്ലീറ്റോ കൊച്ചിന് വല്ല അസുഖം വരും, അതിനെ കൊണ്ടുവന്ന് കളഞ്ഞേന്നേ. കൊച്ചിന് അസുഖം വരാതിരിക്കാനാണ് ഞാൻ ഈ പൂച്ച ഇവിടെ കൊണ്ടുവന്നേക്കണേ. വീടായ ഒരു പൂച്ച വേണം. വീടായ ഒരു കൊച്ചു വേണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പൂച്ച വേണം ആദ്യമായിട്ട്. അത് മാറി. ഇപ്പൊ വീടായ കൊച്ചും വേണം, പൂച്ചയും വേണം. ക്ലീറ്റോ ഇത് കള്ള പൂച്ചയാ. ക്ലീറ്റോ കണ്ടറിയാം, അതെല്ലാം കട്ട് തിന്നും. ഇവിടെ ഈ എലി ഇവിടെ കിടക്കണേന് നിനക്ക് ഒരു വിഷമമില്ലേ അല്ലേ? എലീനെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് എലി രണ്ടിച്ചിനെ ഉണ്ടായിരുന്നോർത്ത് എന്താ നിങ്ങൾക്ക് കുഴപ്പം? അപ്പൊ നിനക്ക് ഈ പൂച്ചയുള്ളതാണ് പ്രശ്നം, എലി ഉള്ളതൊരു പ്രശ്നമല്ലേ? എലി ഇപ്പൊ ഉണ്ടായിരുന്നോർത്ത് ഇപ്പൊ എന്താ മാത്രം വലിയ പ്രശ്നം ഉണ്ടോ? അയ്യോ എലിപ്പനി പിന്നെ ആരാണ് വരുത്തുന്നത്? എലിപ്പനിക്കാണ് കനകൻ ഗുളിക കൊണ്ട് തന്നില്ലേ? അത് കഴിച്ച ഉടനെ ഇപ്പൊ എലിപ്പനി വരാതിരിക്കും. അതിനാദ്യം എലിയെ ഇവിടെ നിന്ന് തുരത്തണം. എലിയെ തുരത്താനാണ് ഞാൻ ഈ പൂച്ചയെ കൊണ്ട്. എലീനെ തുരത്താൻ ഞാൻ എലിക്കണി വെച്ചിട്ടുണ്ട്. കുറെ നാളായി നീ കെണി വെച്ച് കണി നോക്കി ഇരുന്നല്ലോ. എന്നിട്ട് എലി വല്ലതും കയറിയേ? എടി ഇപ്പോഴത്തെ എലികളൊക്കെ ഉണ്ടല്ലോ, എല്ലാ കെണിയും പഠിച്ച എലികളാണ്. അതിലൊന്നും കേറൂല. എവനെ ഇപ്പൊ നോക്കിക്കോ, 2 ദിവസം ഇവിടെ ഇട്ട് ഇവിടെ ഒന്ന് മെരുങ്ങി കഴിഞ്ഞാൽ എത്ര എലിയെ ദിവസം പിടിച്ചു തരും നോക്കിക്കോ. പിടിച്ചു കൊണ്ട് തരും കയ്യിലോട്ട്. എനിക്ക് കാണണം എലിനെ. വീടൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടു, റൂം എല്ലാം പരിചയപ്പെടുത്തി കൊടു. നീ അത്ര അങ്ങോട്ട് ലാളിക്കണ്ട. എന്റെ പൊന്നു മോളെ, നീ അതിനെ താഴ്ത്തിട്ട്. എനിക്ക് വേണ്ട. അപ്പൊ ഞാൻ കാണിച്ചിട്ട് തരാം മുറി. റൂമുകളെല്ലാം കാണിച്ചു കൊടുക്കും. തക്ലിമോളെ അതിനെ വിടാൻ അത് ഏതെങ്കിലും വഴിക്ക് പോട്ടേന്ന്. ഇതിനൊരു പേടിയില്ലല്ലോ. എനിക്ക് പേടിയായി പൂച്ചേനെ. എന്തിനാ മേടിക്കുന്നത്? ഇത് കടിക്കുവോ? ക്ലീറ്റോ കൊണ്ടുവന്നതാ എലീനെ പിടിക്കാൻ.
എലീനെ പിടിക്കാൻ പുതിയ ഐഡിയ. അതിനല്ല എലിവിഷം വെച്ച പരിപാടി. ആരോട് പറയാൻ എന്റെ പൊന്നോ. ക്ലീറ്റ ഒരു കാര്യം തീരുമാനിക്കും, അതാണ് ശരിയെന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ അങ്ങ് പോകും. ഇപ്പൊ ഇതിന് നോക്കാൻ ഒരാളുണ്ട്. ഞാൻ ഉണ്ടല്ലോ. നമുക്ക് പഠിക്കാൻ പോണ്ടേ? ചുമ്മാ ഓരോ ശല്യം. അപ്പൊ അമ്മ നോക്കും. അപ്പൊ അമ്മക്ക് ജോലിക്ക് പോണ്ടേ? പാത്രം വന്നപ്പോ തന്നെ പാത്രം തട്ടിമറിച്ചിട്ട്. പിന്നെ അറിയാതെ തട്ടിയതാ. എവിടെ കിട്ടിയാണ്? ആർക്കറിയാം, വല്ല വഴിയിലിരുന്ന് വെച്ചതായിരിക്കും. അല്ല, ആരോ കൊടുത്തതായിരിക്കും. നീ അതിന് വിട്ടേ, എന്നിട്ട് പോയി കൈ കഴിക്കുക തക്കളി. പാവയുള്ള പേര് കുഞ്ചൂസ. ഒരുപാട് കൊഞ്ചിക്കല്ലേ? അടിക്കല്ലേ? ഒരുപാട് കൊഞ്ചിക്കല്ലേ മക്കളെ? അത് ഇങ്ങനെ വലിച്ചു കയറ്റി കൂടാതെ കൂടെയൊക്കെ വരും. എന്ത് ഭംഗിയല്ലേ? അതൊക്കെ നല്ലതാണ് മക്കളെ. എന്റെ കുഞ്ചുവാ. ഇറക്കി വിടുമോളെ നീ. നീ എന്നിട്ട് പിന്നെ എടുത്തോ. എത്ര നേരായിന്നറിയാ. മുള്ളൂടി പെണ്ണെ അതങ്ങോട്ട് മാറ്റി നിർത്താനായി. നിനക്ക് ഇഷ്ടമല്ലേ ഇത്? പേടി ഇഷ്ടമല്ലാത്തല്ല കാണണോ? അടിക്ക് ഞാൻ. പൂച്ചനെയും കൊല്ലും, നിന്നെയും കൊല്ലും ഞാൻ. താഴത്തിറക്കി വിടും. എന്നെയും കൊല്ലോ? എന്റെ കളിക്കും. നഖം കൊള്ളും നിന്റെ മേത്ത്. ഇറക്കി വിടാൻ അതെങ്ങും പോവില്ലല്ലോ. കൂടുതലുണ്ടോ? പിന്നെ പൂച്ചക്ക് കൂടോ? അവന്റെ കൂടെ കിടത്തേക്ക് ഉറക്കട്ടെ. ഞാൻ ചോറെടുത്ത് വെക്കാം. പോയി പൂച്ചക്ക് കാണിക്കാ. ഇന്ന് അതിനെ അവള് പന്നെടുക്കും. ഞെക്കി 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 ഞെക്കി. കണ്ടാ, ഒരു സ്ഥലത്തോട്ടും വിടാൻ സമ്മതിക്കൂല. തൊടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. തൊടുന്നോണ്ട് ഇപ്പൊ കുഴപ്പം അല്ല. അങ്ങനെയൊക്കെ പിടിക്കുക. എനിക്കിതൊക്കെ അറിയാം. ആരുടെ ഇതിനകത്ത് പോയി എടുക്കാൻ വേണ്ട. അങ്ങനെ ഇഷ്ടമല്ല എനിക്ക്. പേടിയാ ഡാഡിക്ക്. ഇട് ഇട് വിട്. വാ എന്നിട്ട് വാ. മാമന് കഴിച്ചോ? ഞാൻ കഴിച്ചു. നമുക്ക് പഠിക്കാനെന്നില്ല. പോയി പഠി വെക്കണം. Alien versus Alien.